എല്ലാവർക്കും നോളജ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രവാസികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഷവോമിയുടെ MI ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. ഞാൻ ദുബായിലാണ്. ഞാൻ ഈ ക്യാമറ വാങ്ങിയത് zoom.com-ലാണ്. ദുബായിൽ 105 ദിർഹത്തിന് ആണ് ഈ ക്യാമറ ഞാൻ വാങ്ങിയത്. ഇന്ത്യയിൽ ഏകദേശം 2700 രൂപയ്ക്ക് നിങ്ങൾക്കിത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ലഭ്യമാണ്. 2700 രൂപ മുടക്കിയാൽ നിങ്ങളുടെ വീടോ ഓഫീസോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഏത് സമയത്തും നിങ്ങൾക്ക് വീക്ഷിക്കാം. കുടുംബത്തെ മിസ് ചെയ്യുന്ന പ്രവാസികൾക്ക് ഏത് സമയത്തും അവരെ ഫോണിൽ കാണാനും ശബ്ദം കേൾക്കുവാനും ക്യാമറയിൽ കൂടി അവരോട് സംസാരിക്കാനും ഉള്ള സൗകര്യം ഉള്ളതിനാൽ പ്രവാസികൾക്ക് ഉപകാരപ്രദമായ ഒന്നായിരിക്കും ഷവോമിയുടെ MI സെക്യൂരിറ്റി ക്യാമറ. ഇതാണ് ഷവോമിയുടെ MI ഹോം സെക്യൂരിറ്റി ക്യാമറ. 360 ഡിഗ്രി 1080 പിക്സൽ ആണ് ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സ്. ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ എന്നിവ സപ്പോർട്ട് ചെയ്യും. ക്യാമറയും മൊബൈലിലെ ആപ്ലിക്കേഷനുമായി 2-വേ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ് ആണ്. മൾട്ടി സ്പീഡ് പ്ലേബാക്ക് ഫെസിലിറ്റി ഉണ്ട്. കുറഞ്ഞ ലൈറ്റിൽ ഫുൾ കളർ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഫുൾ HD ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ മോഡിൽ എത്ര ഇരുട്ടിലും നല്ല ക്ലിയറായി റെക്കോർഡ് ചെയ്യാൻ കഴിയും. മൂവ്മെന്റ് ഡിറ്റക്ഷൻ ഫീച്ചർ ഉപയോഗിച്ച് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലേർട്ടും ലഭിക്കുന്നതാണ്. ക്യാമറയുടെ മോഡൽ ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളും ഇവിടെ കാണാം. 310 ഗ്രാമാണ് ഈ ക്യാമറയുടെ ഭാരം. ഇത് പ്രവർത്തിക്കുവാനായി 5 വോൾട്ട് ആണ് വേണ്ടത്. 64 GB വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 2.25 മണിക്കൂർ റെക്കോർഡ് ചെയ്ത വീഡിയോ സേവ് ചെയ്യാൻ 1 GB മെമ്മറി ആവശ്യമാണ്. 64 GB മെമ്മറി കാർഡിൽ ഏകദേശം 6 ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. മൊബൈലിൽ MI ഹോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇവിടെ നിന്നും ക്യാമറ കൺട്രോൾ ചെയ്യാം. ആൻഡ്രോയിഡ് ആണെങ്കിൽ 4.4 മുകളിലുള്ള വേർഷനിലും ഐഫോണിലാണെങ്കിൽ iOS 9 മുകളിലുള്ള വേർഷനുകളിലും MI ഹോം ആപ്ലിക്കേഷൻ കോമ്പാക്റ്റബിൾ ആണ്. സോ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു യൂസർ മാനുവലാണിത്. 2 മീറ്റർ നീളമുള്ള ഒരു പവർ കേബിൾ ഉണ്ട്. ഈ ക്യാമറയിൽ ഇൻബിൽറ്റ് ബാറ്ററി ഇല്ലാത്തതിനാൽ മുഴുവൻ സമയവും പുറത്തു നിന്ന് നമ്മൾ പവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പവർ അഡാപ്റ്റർ കൂടെയില്ല എന്നുള്ളൊരു മൈനസ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഇനിയുള്ളത് വാൾ മൗണ്ടിംഗ് ആണ്. സീലിംഗിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഇതിനോട് കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ MI ഹോം സെക്യൂരിറ്റി ക്യാമറ. ഫൈബർ ബോഡിയാണ്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. മുൻപിലായി MI ലോഗോ കാണാം. അതാണ് ക്യാമറയുടെ ലെൻസ്. ലെൻസിന് മുകളിലായി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ കാണാം. ലെൻസിന് താഴെയായി കാണുന്നതാണ് മൈക്ക്. ലെൻസ് മുകളിലേക്ക് ഉയർത്തിയാൽ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാണാം. പുറകിലായി ലൗഡ് സ്പീക്കർ കാണാം. താഴെ റീസെറ്റ് ബട്ടണും മൈക്രോ USB ചാർജിംഗ് പോർട്ടും കാണാം. ഈ ക്യാമറ ഒന്നുകിൽ നിങ്ങളുടെ ടേബിളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീലിംഗിൽ ഫിക്സ് ചെയ്യാം. സീലിംഗിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ തന്നെ വാൾ മൗണ്ടിങ്ങിനുള്ള സ്ക്രൂ അവൈലബിൾ ആണ്. ഇനി ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ മൊബൈലിൽ MI ഹോം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. MI ഹോം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും ബ്ലൂടൂത്ത്, മൈക്രോഫോൺ എന്നിവ ഉപയോഗിക്കുന്നതിനുമുള്ള പെർമിഷന് വേണ്ടിയുള്ള പോപ്പപ്പ് വരുമ്പോൾ യെസ് സെലക്ട് ചെയ്യുക. MI ഹോം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനായി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായി സൈൻ ഇന് താഴെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൺട്രി, റീജിയൻ സെലക്ട് ചെയ്ത് ഒരു ഇമെയിൽ ID കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും MI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ക്രിയേറ്റ് യൂസിങ് എ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പാസ്വേഡ്, ക്യാപ്ച കോഡ് എന്നിവ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ ലഭിക്കും. ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ MI അക്കൗണ്ട് റെഡിയായി. ഇനി നമുക്ക് ക്യാമറ പവറിൽ കണക്ട് ചെയ്യാം.
നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറയുടെ കൂടെ അഡാപ്റ്റർ ഇല്ല, പകരം 2 ആംപിയർ 5 വോൾട്ടേജ് ഔട്ട്പുട്ട് ലഭിക്കുന്ന സാധാരണ ഒരു മൊബൈൽ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മതി. പവർ കൊടുക്കുമ്പോൾ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഓറഞ്ച് കളറിൽ ബ്ലിങ്ക് ചെയ്യുകയും വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എന്നുള്ള വോയിസ് പ്രോംപ്റ്റ് കേൾക്കുകയും ചെയ്യും. Scan code to pair device. Waiting for connection. MI ഹോം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് സ്ക്രീനിൽ താഴെ ഹോമിൽ ആഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം. ന്യൂ പ്രൊഡക്റ്റിന് താഴെ നിന്നും ക്യാമറ സെലക്ട് ചെയ്ത് MI ഹോം സെക്യൂരിറ്റി ക്യാമറ സെലക്ട് ചെയ്യുക. വെയിറ്റ് അണ്ടിൽ പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. MI ഹോം സെക്യൂരിറ്റി ക്യാമറ വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിനാൽ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മൊബൈൽ ഹോട്ട്സ്പോട്ട് സെലക്ട് ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു QR കോഡ് ലഭിക്കും. കോഡ് സ്കാൻ ചെയ്താൽ ആപ്ലിക്കേഷനും ക്യാമറയും തമ്മിൽ കണക്ട് ആകും. Waiting for connection. Code scanned successfully. കണക്ട് ആയി കഴിഞ്ഞാൽ സ്കാൻ സക്സസ്ഫുള്ളി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Connecting. Please wait. Connection to Wi-Fi completed. Pairing to account completed device online. സെറ്റ് ചെയ്ത ക്യാമറ മനസ്സിലാകുന്നതിനായി അടുത്ത സ്ക്രീനിൽ നിന്നും ക്യാമറ വെച്ചിരിക്കുന്ന റൂം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് മറ്റൊരു പേര് നൽകി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റപ്പ് ആപ്പ് പൂർത്തിയായി. ഇനി നിങ്ങളുടെ മൊബൈൽ MI ഹോം ആപ്പിലൂടെ എവിടെയിരുന്നും നിങ്ങളുടെ വീഡിയോ ഓഫീസോ ലൈവായി കാണാനും മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കാണാനും കഴിയും. വീഡിയോയിൽ ടച്ച് ചെയ്ത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കഴിയും. ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനോ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യാനോ ഈ 4 ബട്ടണുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്പീക്കർ ബട്ടൺ അൺമ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലൈവ് സൗണ്ട് കേൾക്കാം. ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്യാമറയിൽ കാണുന്നത് ഫോട്ടോ ആയി ഫോണിൽ സേവ് ചെയ്യാം. വീഡിയോ ബട്ടൺ പ്രസ് ചെയ്താൽ ലൈവായി റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പായും നിങ്ങൾക്ക് ഫോണിൽ സേവ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാനായി HD എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവസാനം കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയി വീഡിയോ കാണാം. ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള ബട്ടൺ വലതുവശത്തായി കാണുന്നതാണ് പ്ലേബാക്ക് ബട്ടൺ. പ്ലേബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാം. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ ടൈം സ്കെയിലിൽ ഓറഞ്ച് കളറിൽ കാണാം. ആവശ്യമുള്ള ടൈം സെലക്ട് ചെയ്താൽ ആ സമയത്തെ വീഡിയോ പ്ലേ ചെയ്യാവുന്നതാണ്. 1, 4, 16 എന്നീ പ്ലേബാക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിന് താഴെയായി കാണുന്ന കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ MI ഹോം ആപ്ലിക്കേഷനിൽ നിന്നും ക്യാമറയിലേക്കും ക്യാമറയിൽ നിന്ന് തിരിച്ച് MI ഹോം ആപ്ലിക്കേഷനിലേക്കും സംസാരിക്കാം. ഹലോ ഇതൊക്കെയാണ് MI ഹോം സെക്യൂരിറ്റി ക്യാമറ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. ഇനി ചില അഡ്വാൻസ് ഫീച്ചേഴ്സ് പരിചയപ്പെടുത്താം. ആളുകൾ വന്നാലോ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഫോണിൽ അലേർട്ട് വേണമെന്നുണ്ടെങ്കിൽ മോണിറ്ററിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുകളിൽ വലതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോണിറ്ററിംഗ് ഓൺ ചെയ്യുക. താഴെയായി മോണിറ്ററിംഗ് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. 24 മണിക്കൂറോ പകൽ മാത്രമോ രാത്രി മാത്രമോ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമോ മോണിറ്ററിംഗ് ഓപ്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്.
മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ആളുകൾ വന്നാലോ നിങ്ങളുടെ മൊബൈലിൽ അലേർട്ടും അലേർട്ടിനോടൊപ്പം എന്താണ് നടക്കുന്നതെന്നറിയാൻ സഹായിക്കുന്ന ഒരു 10 സെക്കൻഡിൽ ഉള്ള ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് പ്ലേബാക്ക് ഓപ്ഷനാണ്. മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുവാനായി പ്ലേബാക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓരോ ഡേറ്റിലെയും റെക്കോർഡായിരിക്കുന്ന മണിക്കൂറുകളിൽ ഓറഞ്ച് കളറുകളിൽ കാണാം. ഓരോ മണിക്കൂറുകളിലെയും റെക്കോർഡിംഗ് ഓരോ മിനിറ്റുള്ള 60 വീഡിയോസായി സേവ് ചെയ്തിരിക്കും. മുകളിൽ വലതുഭാഗത്തുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനും പെർമനൻ്റായി സേവ് ചെയ്യാനും കഴിയുന്നതാണ്. പിന്നീട് ആവശ്യമുള്ള റെക്കോർഡിംഗ് പെർമനന്റ് സേവ് ചെയ്താൽ പുതിയ റെക്കോർഡിംഗ് വരുമ്പോൾ അവ ഓവർ റൈറ്റ് ആവുകയില്ല. ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെല്ലാം നീല നിറത്തിൽ സ്റ്റാറ്റസ് ലൈറ്റ് ഓൺ ആയിരിക്കും. അത് അസൗകര്യമായി കാണുകയാണെങ്കിൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്യാമറ സെറ്റിംഗ്സിൽ നിന്നും സ്റ്റാറ്റസ് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഓഫ് ചെയ്യുവാനായി ക്യാമറ സെറ്റിംഗ്സിൽ തന്നെയുള്ള സ്ലീപ്പ് സെറ്റിംഗ്സിൽ സ്ലീപ്പ് ഓൺ ആക്കിയാൽ മതി. ആവശ്യമുള്ള ദിവസങ്ങളിൽ നിശ്ചിത സമയത്ത് ക്യാമറ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും ഷെഡ്യൂൾഡ് സ്ലീപ്പ് ടൈം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ക്യാമറ തലകീഴായി സീലിംഗിൽ ഫിക്സ് ചെയ്യുമ്പോൾ നേരെയുള്ള ഇമേജ് കിട്ടാനായി ക്യാമറ സെറ്റിംഗ്സിൽ നിന്നും ഇമേജ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ഇമേജ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. സെറ്റിംഗ്സിൽ നിന്നും സ്റ്റോറേജ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് സ്റ്റോറേജ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഫുൾ ടൈം റെക്കോർഡ് ആകുന്നതിനാൽ മെമ്മറി കാർഡ് വേഗത്തിൽ ഫുൾ ആകുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്ത് മോഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫുൾ ടൈം റെക്കോർഡ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ക്യാമറ വർക്ക് ആവുകയും ആ സമയത്ത് റെക്കോർഡ് മാത്രം ചെയ്യുന്നതുമാണ്. പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഇനി പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ വിദേശത്താണുള്ളത്. QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ക്യാമറയുടെ ആക്സസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് MI ഹോം ആപ്ലിക്കേഷൻ മൊബൈലിൽ സെറ്റ് ചെയ്ത നിങ്ങളുടെ വീട്ടിലെ മറ്റൊരാൾക്ക് ക്യാമറയുടെ ആക്സസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിനായി നിങ്ങളുടെ ഫോണിൽ MI ഹോം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടേതായ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ MI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ MI അക്കൗണ്ട് ഐഡിയോ വീട്ടിലുള്ളവർക്ക് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് MI ഹോം ആപ്ലിക്കേഷനിലെ സെറ്റിംഗ്സിൽ നിന്നും ഷെയർ ഓപ്ഷനിൽ നിന്നും മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ MI അക്കൗണ്ട് ഐഡിയോ ടൈപ്പ് ചെയ്ത് OK ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള ക്യാമറയുടെ ആക്സസ് വിദേശത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഷാമിയുടെ MI ഹോം സെക്യൂരിറ്റി ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്.
2700 രൂപയ്ക്ക് ഇതൊരു നല്ല പ്രൊഡക്റ്റ് എന്നാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.